ഹായ് ഗൈസ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഏഷ്യറിൻ്റെ പിന്നും പുഷും മാറ്റുന്ന വീഡിയോസാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിൽ പിന്നെ ഏതാ വണ്ടി എന്ന് പറയാഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏഷ്യർ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പിന്നും പുഷും മാറ്റുന്ന വീഡിയോസാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് പിന്നും പുഷും മാറ്റുമ്പം ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റോപ്പർ വെച്ച പീസ് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ ആ സ്റ്റോപ്പർ വെച്ച പീസ് കട്ട് ചെയ്ത് മാറ്റണതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് കട്ടർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ വർക്കും നമ്മൾ ഗ്യാസ് കട്ടർ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുക. ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഗ്രൈൻഡർ കുടുങ്ങാനും കട്ടിങ്ങും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത് കനമുള്ള ഇരുമ്പായതുകൊണ്ട് നമ്മൾ ഗ്യാസ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. അതിന് ശേഷം ജാക്കി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ലോഡ് ചെയ്തിട്ട് വേണം പിന്നെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഊരിയെടുക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാക്കി ലോഡ് ചെയ്തത്. തട്ടി നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ചിലത് ഭയങ്കര ടൈറ്റായിട്ടാണ് നമുക്ക് ഉണ്ടാവാറ്. ഏതായാലും ഈ പിന്നെ കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിലും ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഊരി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം ജാക്കി വെച്ച് ബാക്കിയുള്ള പൊക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കട്ട് ചെയ്യുമ്പം ഇതിപ്പോൾ അതിൽ നിന്ന് ഊരിയെടുത്ത പിന്നാണ്. ആ പിന്ന് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഡാമേജ് വരാനുള്ള കാരണം. പിന്നെ ആ പിന്ന് ഊരിയെടുത്ത ബുഷിൻ്റെ ഉള്ളിലാണെങ്കിൽ ഓവലായിട്ടുണ്ട് നല്ലോണം. അതുകൊണ്ടാണ് ചെരിഞ്ഞ സ്ഥലത്ത് നിന്ന് പൊക്കുമ്പോൾ വണ്ടി മറിയാൻ പോണത്. അപ്പോൾ ലെവലുള്ള സ്ഥലത്ത് നിന്ന് പൊക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് ചെരിഞ്ഞ സ്ഥലത്ത് നിന്ന് പൊക്കുമ്പോൾ മറിയാൻ പോണ രീതിയിലുണ്ടാവും. ഇത് പുതിയ പിന്നും ബുഷുമാണ്. അപ്പം ആദ്യത്തേത് ഒരു ക്വാളിറ്റി കുറവുള്ള പിന്നായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ കനമുള്ള പിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി ഒരു സേഫ്റ്റിയുള്ള പിന്നാണ്. അതിനുശേഷം ഇതിനെ പുറത്ത് വെച്ചിരിക്കുന്ന ഈ ബുഷുകൾ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ആ ബുഷുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ബുഷ് കട്ട് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുഷ് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് മേലേക്കൊന്നും തെറിക്കാതെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് ഫയറൊന്നും ആവാതെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. കഴിയണതും ഗ്ലൗസും ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ സിമ്പിളായിട്ട് കാണരുത്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ പുതിയ ബുഷ് ഈ ചെറിയ ബുഷിനെക്കാട്ടിലും വലിയ ബുഷാണ്. അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലേറ്റ് ഒന്ന് കട്ട് ചെയ്ത് തുളച്ച് കൊടുക്കണം. ഈ താഴെ കിടക്കുന്നതാണ് ബുഷ്. അപ്പോൾ ആ പ്ലേറ്റ് കട്ട് ചെയ്ത് തുളയ്ക്കുക. ആ ബുഷിൻ്റെ അതേ അളവിലാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ബുഷ് ഉള്ളിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം പുറത്ത് വെച്ചതാണ്. അതിനേക്കാളും ഒന്നുകൂടി ഉറപ്പ് കൂടാനുള്ള ഒരു പിടുത്തം വരും. നല്ല ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്യണം. ഭയങ്കര ഗ്യാപ്പൊന്നും ആക്കരുത്. അപ്പോൾ ഈ താഴെ കാണുന്ന ബുഷും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കണ്ട് ഒന്ന് റെഡിയാക്കണം. ഗ്രൈൻഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഡിങ് നല്ല സ്മൂത്തായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത പിസർവ് തട്ടിയിട്ട് വെൽഡിങ്ങിന് ആകെ ഒരു വൃത്തികേടായിട്ടാണ് ഇതിൽ അനുഭവപ്പെടുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് ജാക്കിയൊക്കെ വെച്ച് അടുത്തതായിട്ട് വെൽഡിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മെയിൻ ബുഷായിട്ടുള്ള അടിയത്തെ ബുഷാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അതൊക്കെ അളവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെക്കൻ അതൊക്കെ വെൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ വെൽഡ് ചെയ്യാൻ പോണ വെൽഡിങ്ങൊക്കെ കാണുന്നില്ലേ, നമ്മൾ മിഗ് കൊണ്ടാണ് അടിക്കണത്, അല്ലാതെ ആർക്കൊണ്ടല്ല. മിഗാണ് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മിഗ് ആകുമ്പോൾ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആ പിന്നൊക്കെ തുളച്ചിട്ട് ഒന്ന് റെഡിയാക്കാം. പിന്നെ തുളയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലോക്ക് നെറ്റ് ഇടാനുള്ളതും പിന്നൊന്ന് ഓയിൽ അടിക്കാനുള്ളത് 2 ഹോൾസാണ് ഇടുന്നത്. അപ്പോൾ ആ 2 ഹോൾസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് റെഡിയാക്കി അതിൻ്റെ തലക്കലുള്ള പിന്നെ സോക്കറ്റ് എടുക്കണം. അത് എടുത്തു കഴിഞ്ഞിട്ട് ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ടാണത്. ബോൾട്ട് അതുമല്ലാണ് നമ്മൾ ടൈറ്റ് ആക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ബുഷ് ഗ്രൈൻഡ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ വെൽഡിങ്ങിൻ്റെ പിടുത്തത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്മേൽ തുരുമ്പോ പെയിൻറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു വെൽഡിങ് പിടിക്കാത്ത നിൽക്കാണ്, ഒരു വൃത്തി ഉണ്ടാവില്ല വെൽഡിങ്. അതിന് വേണ്ടിയിട്ട് അത് നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെയ്യണത്. അപ്പോൾ അത് വെൽഡ് ചെയ്ത് വെക്കാൻ പോവാണ്. അതും ചക്കൻ വെൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെൽഡിങ്ങിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് അടിക്കുക, ആരും മറക്കരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു തരണം, ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ വെൽഡിങ്ങൊക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ബുഷാണ് ഈ വെൽഡ് ചെയ്യണത്.
ആ ബുഷ് വെൽഡിങ്ങും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഏകദേശം വർക്ക് കഴിയും. അപ്പോൾ ഇതാണ് പിന്നും ബുഷും. ഓക്കെ, താങ്ക് യു.